അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മുന്തിരി സീസണാണ്, വില കുറവിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാനിവിടെ പച്ച മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. കുരുവില്ലാത്ത പച്ച മുന്തിരി നോക്കി വേണം വാങ്ങാനായിട്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി വാങ്ങാം. ഞാനിപ്പോൾ 2 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കിട്ടുന്ന മുന്തിരി ഒരുപാട് വിഷമൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്, പ്രത്യേകിച്ച് മുന്തിരിയിൽ ഒരുപാട് വിഷമൊക്കെ അടിച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നല്ലോണം കഴുകിയാലൊന്നും വൃത്തിയാവില്ല. അതുകൊണ്ട് ഇത് കുറച്ച് സമയം നമുക്ക് ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ പൊടിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു കൈപിടി ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് കൈവച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 കിലോ മുന്തിരി, നമ്മൾ എടുത്ത് വെച്ച 2 കിലോ മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുന്തിരി മുഴുവനും ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വിനാഗിരിയും 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. അപ്പത്തിനൊക്കെ ഇടുന്ന അപ്പക്കാരുണ്ടല്ലോ, അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കല്ലുപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഉടനെ തന്നെ കഴുകി എടുക്കരുത്. ഒരു 10 മിനിറ്റ് എങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ മുന്തിരി ഇട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. അത്രയ്ക്ക് കീടനാശിനിയൊക്കെ അടിച്ചിട്ടാണ് ഈ മുന്തിരി നമ്മുടെ കൈകളിൽ എത്തുന്നത്. ഇനി ഇത് 4-5 വെള്ളമെങ്കിലും ഒന്ന് കഴുകിയെടുക്കണം. ഇപ്പം മുന്തിരി എല്ലാം 4-5 വെള്ളം കഴുകി വൃത്തിയാക്കി ഇതായി എടുത്തിട്ടുണ്ട്. ഇനി മുന്തിരി ഞെട്ടിൽ നിന്നും ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. എല്ലാ മുന്തിരി ഇതുപോലെ തന്നെ നമുക്ക് അടർത്തിയെടുക്കാം. മുന്തിരി വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല മധുരമുള്ള മുന്തിരി നോക്കി വാങ്ങുക. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി നോക്കി വാങ്ങുക. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം അടർത്തിയെടുക്കാം. ഇപ്പം എല്ലാ മുന്തിരിയും ഇതാ അടർത്തിയെടുത്തിട്ടുണ്ട്. കേടുള്ള മുന്തിരിയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കേട് വന്ന മുന്തിരിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി മാത്രം എടുക്കുക. ഇനി നമ്മൾ ഈ മുന്തിരി ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ മുന്തിരി തിളച്ച വെള്ളത്തിലല്ല ഇട്ട് വേവിച്ചെടുക്കുന്നത്. വെള്ളത്തിലിട്ട് നമ്മൾ ഈ മുന്തിരി വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും മാറും, അതിൻ്റെ ഫ്ലേവറും മാറും. അതുപോലെ തന്നെ അതിലുള്ള പോഷക ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് നമുക്ക് ആവിയേറ്റി എടുക്കാൻ പറ്റും. ഞാൻ 2 രീതിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇഡ്ഡലി തട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി ഇതുപോലെ നിറച്ചു കൊടുക്കാം. എല്ലാ കുഴികളിലും നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടിൻ്റെ ഒരു തട്ടിൽ മുന്തിരി നിറച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത തട്ടിലും ഇതുപോലെ തന്നെ നമുക്ക് നിറച്ചു കൊടുക്കാം. അപ്പം എല്ലാ കുഴികളിലും മുന്തിരി നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയേറ്റ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ ഒരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ട്, നമ്മൾ മുന്തിരിയൊക്കെ വെച്ചിരിക്കുന്ന മുന്തിരി വെച്ച ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ആവിയേറ്റ് വേവിക്കാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ആയി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം മുന്തിരിയുടെ ആ പച്ച കളറൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വേവാൻ നിൽക്കരുത്. 8 മിനിറ്റ് ഒക്കെ വേവിച്ചെടുത്താൽ മതിയാകും. നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഈ ഇഡ്ഡലി ചെമ്പിൽ നിന്നും നമുക്ക് ഈ തട്ട് എടുത്ത് മാറ്റാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇഡ്ഡലി ചെമ്പിലൊക്കെ കുറച്ച് വെച്ചിട്ട് നമുക്ക് ആവിയേറ്റി എടുക്കാൻ പറ്റുള്ളൂ. ഇത് എളുപ്പത്തിൽ നമുക്ക് ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അരിയൊക്കെ വാർക്കുന്ന അരിവാലയല്ലേ, ചെറിയ ഹോളുള്ള പാത്രം, ഇതുപോലത്തെ പാത്രം എടുക്കുക. ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് അരിവാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മുന്തിരി മുഴുവനും ഈ അരിവാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ആവിയേറ്റി എടുക്കുക. അപ്പോൾ നമ്മൾ ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ആയി. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, കളറൊക്കെ മാറി വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വേവിക്കാൻ നിന്നാൽ ഈ മുന്തിരിയെല്ലാം പൊട്ടിപ്പോകും. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ചൂട് മാറാൻ വേണ്ടിയിട്ട് നിരത്തി വെക്കാം.
ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചൂട് മുഴുവനും മാറിയിട്ടുണ്ട്. ചൂടൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ കുറച്ചൊന്ന് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാം. നല്ലതാ വെയിലത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. വെയിലത്തിട്ട് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോന്നായിട്ട് ഇതുപോലെ നിരത്തി വേണം വെക്കാനായിട്ട്. ഒരുമിച്ച് കൂടി ഇടരുത്, എന്നാൽ പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. ഇപ്പോൾ ഉണക്കമുന്തിരി കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി ചെറിയ രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത ദിവസം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നിരത്തി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുമിച്ച് കൂട്ടി ഇട്ട് വയ്ക്കരുത്. ഇതുപോലെ നിരത്തി ഓരോന്നായിട്ട് നിരത്തി ഇട്ട് വയ്ക്കുക. ഇപ്പോൾ കണ്ടില്ല കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട്. ഞാനിപ്പോൾ ഇത് 2 ദിവസം നല്ല വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കമുന്തിരി ഉണക്കി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഉണക്കമുന്തിരി കുറേ മാസങ്ങളോളം സൂക്ഷിച്ച് ഉണക്കി വെക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും 2 ദിവസമെങ്കിലും ഇത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. എന്നാൽ മാത്രമേ കുറേ നാളിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ നമ്മൾ 2 ദിവസമൊക്കെ ഉണക്കിയെടുത്താൽ മതിയാകും. നല്ല വെയിലത്ത് വെച്ചിട്ട് 2 ദിവസമൊക്കെ ഉണക്കിയെടുത്താൽ മതിയാകും. കുറേ മാസങ്ങളോളം ഇത് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും 2 ദിവസമെങ്കിലും വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കി അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഈർപ്പമൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയ കുപ്പികളിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയാവും. ഇപ്പോൾ 2 ദിവസം കൊണ്ട് അത് അത്യാവശ്യം നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ ഈ ഉണക്കമുന്തിരി 2 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഉണക്കമുന്തിരി കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കെമിക്കൽസ് ചേർത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പെട്ടെന്ന് ഇല്ലാതായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ വിഷാംശങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ കൈകളിൽ കിട്ടുന്നത്. അത് 2-3 വെള്ളം കഴുകിയാലും അതിൻ്റെ കെമിക്കൽസ് ഒന്നും പോവില്ല. നല്ല വെയിലുള്ള സമയമാണ്. അതുപോലെ തന്നെ മുന്തിരിയൊക്കെ നല്ല വില കുറച്ച് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഈ വെയിലത്ത് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ ഈ ഉണക്കമുന്തിരി സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഉണക്കമുന്തിരി ഡ്രൈ ഫ്രൂട്ട്സിൽ പെടുമെങ്കിലും ആരും അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നാണ് ഈ ഉണക്കമുന്തിരി. കാണാൻ ചെറുതാണെങ്കിലും ധാരാളം പോഷക ഗുണങ്ങൾ ഈ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എല്ലാം ഈ ഉണക്കമുന്തിരിയിൽ ധാരാളം ഉണ്ട്. ഉണക്കമുന്തിരിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും ഉണക്കമുന്തിരി ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഉണക്കമുന്തിരിയിൽ വിറ്റാമിൻ സി, പൊട്ടാസ്യം, കാൽസ്യം, വിറ്റാമിൻ B6, സിങ്ക് തുടങ്ങിയ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മലബന്ധം തടയാനും ഈ ഉണക്കമുന്തിരി ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഉണക്കമുന്തിരികൾ ധാരാളം അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്നു. കൂടാതെ ഈ ഉണക്കമുന്തിരിയിൽ വലിയ തോതിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് അനീമിയ തടയാനും സഹായിക്കും. കുറച്ച് ഉണക്കമുന്തിരി ഇതുപോലെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ട് രാവിലെ അതിൻ്റെ വെള്ളം കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മലബന്ധമൊക്കെ മാറിക്കിട്ടും. കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. മുന്തിരിയുടെ വെള്ളം മാത്രം കൊടുത്താൽ മതിയാകും. ഉണക്കമുന്തിരി നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കുകയും ശരീരത്തിൽ രക്തം കൂട്ടുന്നത് കൊണ്ട് തന്നെ ചർമ്മത്തിന് തിളക്കവും ചർമ്മ ആരോഗ്യത്തിനും മുടി വളർച്ചയ്ക്കും എല്ലാം തന്നെ കുതിർത്ത ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളവും കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വില കുറഞ്ഞ സമയം മുന്തിരി വാങ്ങിച്ച് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കി എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികൾ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്